ഇന്ന് നമ്മൾ ടെൻസൈൽ റൂഫിംഗ് ഫാബ്രിക്കിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. വലിയ സ്റ്റേഡിയങ്ങൾ, വിമാനത്താവളങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം നാം ഈ ആധുനിക റൂഫിംഗ് സിസ്റ്റം കണ്ടിട്ടുണ്ടാവും. എന്താണ് ഇവയെ ഇത്രയും ആകർഷകവും ശക്തവുമാക്കുന്നത്? ഏറ്റവും പ്രധാനമുള്ള കാര്യം ടെൻസൈൽ ഫാബ്രിക്കിന്റെ ഘടന തന്നെയാണ്. ടെൻസൈൽ ഫാബ്രിക്കിന് പ്രധാനമായും രണ്ട് ഭാഗങ്ങളുണ്ട്. അതിലൊന്ന് ആണ് ബേസ് ഫാബ്രിക്. ഇത് ഉയർന്ന കരുത്തുള്ള സിന്തറ്റിക് ഫൈബർ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിക്കുന്നത്. ഇതിൽ സാധാരണയായി ഉപയോഗിക്കുന്ന പോളിസ്റ്റർ, ഫൈബർ ഗ്ലാസ് എന്നിവയാണ്. ഈ മെറ്റീരിയൽ സ്ട്രെച്ച് ചെയ്യുമ്പോൾ വളരെ വലിയ അളവിലുള്ള സ്ട്രെങ്ത് താങ്ങാൻ കഴിവുള്ളവയാണ്. ഒരു ഫാബ്രിക്കിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഫാബ്രിക്കിന്റെ രണ്ട് വശത്തും ഒരു പ്രത്യേക തരം കോട്ടിംഗ് കൊടുക്കാറുണ്ട്. അതിന്റെ ആ ഒരു കോട്ടിംഗ് പ്രധാനമായും നിർമ്മിക്കുന്നത് PVC അഥവാ പോളിവിനൈൽ ക്ലോറൈഡ്, അതേപോലെ തന്നെ PTFE, അതേപോലെ തന്നെ ETFE, ഇത്തരത്തിലുള്ള സയന്റിഫിക് നാമങ്ങളുള്ള കെമിക്കൽസ് വെച്ചിട്ടാണ്. ഈ കോട്ടിംഗ് ഫാബ്രിക്കിന് വെയില്, മഴ, കാറ്റ് തുടങ്ങിയ കാലാവസ്ഥാ മാറ്റങ്ങളെ പ്രതിരോധിക്കാനുള്ള വലിയ കഴിവ് നൽകുന്നുണ്ട്. ഇനി ഒരു ടെൻസൈൽ ഫാബ്രിക്കിൽ ഉപയോഗിച്ചിട്ടുള്ള കെമിക്കൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടെൻസൈൽ ഫാബ്രിക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രധാന കെമിക്കൽസ് ആണ് പോളിവിനൈൽ ക്ലോറൈഡ് അഥവാ PVC. ഇത് ഏറ്റവും സാധാരണയായി ഏറ്റവും പ്രീമിയം ലെവലിലുള്ള കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ, ഒരു കെമിക്കലാണ്. ഇത് ഫാബ്രിക്കിന് ഫ്ലെക്സിബിലിറ്റിയിലും അതേപോലെ തന്നെ കാലാവസ്ഥ പ്രതിരോധ ശേഷിയിലും വലിയ അളവിൽ അതിനുള്ള ഒരു ശക്തി നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഫാബ്രിക്കിൽ ഉപയോഗിക്കുന്ന ടെഫോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന കെമിക്കൽ ഫാബ്രിക്കിന് ഉയർന്ന താപനില പ്രതിരോധിക്കാനും വളരെ കാലം നിലനിൽക്കാനുള്ള അതിൻ്റെ ഡ്യൂറബിലിറ്റി ഒരുപാട് വർദ്ധിപ്പിക്കാനുള്ള കഴിവ് നൽകുന്നുണ്ട്. മൂന്നാമതായി ഇതിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കെമിക്കലാണ് എഥിലീൻ. ഇത് വളരെ ഭാരം കുറഞ്ഞതും എന്നാൽ ശക്തവും സുതാര്യവുമായ ഒരു കോട്ടിംഗ് ഫാബ്രിക്കിന് നൽകുന്നു. ഇത്തരത്തിലുള്ള കെമിക്കൽ സെറ്റിൽമെന്റിലൂടെ നിർമ്മിച്ച് എടുക്കുന്ന ടെൻസൈൽ ഫാബ്രിക് കാലങ്ങളോളം കാലാവസ്ഥ വെല്ലുവിളികൾ നേരിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.